അത് പത്തനംതിട്ടയിൽ വൈദ്യുതി ഇല്ലാത്തതിനാൽ KSEB ഓഫീസിലെത്തി നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. കലഞ്ഞൂരിലെ KSEB ഓഫീസ് പൊളിച്ചെടുക്കും എന്നാണ് നാട്ടുകാരുടെ ഭീഷണി. ജയശങ്കർ, വലിയ ഭീഷണിയാണ്. നാട്ടുകാരെ സംബന്ധിച്ച് ഏറെ നേരമായി ഈ വൈദ്യുതി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ദുസ്സഹമായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് വൈദ്യുതി തടസ്സപ്പെടുന്നത് എന്ന് ഈ ജീവനക്കാർ ഇവരെ അറിയിച്ചിരുന്നോ? എങ്ങനെയായിരുന്നു? എന്താണ് സംഭവിച്ചത്? അതായത് ഈ മഴ ആരംഭിച്ച ശേഷം പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിലും വൈദ്യുതി മണിക്കൂറുകൾ മുടങ്ങുന്നത് സ്വാഭാവിക സംഭവമാണ്. റാന്നിയിലും കോന്നിയിലും ഒക്കെ തന്നെ ഇത് സ്ഥിരമാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ കലഞ്ഞൂരിലാണ് ഇത്തരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ KSEB ഓഫീസിലെത്തി വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ കറണ്ട് വന്നില്ലെങ്കിൽ KSEB ഓഫീസ് പൊളിച്ചടക്കുമെന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഭീഷണിപ്പെടുത്തുന്നത് ഈ ദൃശ്യങ്ങളിലുണ്ട്. ഈ മണിക്കൂറുകളോളം കറണ്ട് ഇല്ലാതെ വന്നതിന് ഭാഗമായി വന്ന ഒരു സ്വാഭാവിക പ്രതിഷേധം കൂടിയാണ് ഇത്. കാരണം പ്രത്യേകിച്ച് ഈ വനമേഖലയൊക്കെ കൂടുതലുള്ള പ്രദേശമായതിനാൽ തന്നെ ഒരു കാറ്റടിക്കുമ്പോൾ തന്നെ ഈ കറണ്ടൊക്കെ നഷ്ടപ്പെടുന്ന പോസ്റ്റുകളൊക്കെ തകർന്ന് കറണ്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഈ ജില്ലയിൽ പല ഇടങ്ങളിലും ഉണ്ട്. KSEB ഇത് പരമാവധി നന്നാക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇത്തരത്തിൽ മണിക്കൂറുകളോളം കറണ്ട് ലഭിക്കാത്തതിന്റെ ഒരു സ്വാഭാവിക പ്രതിഷേധമാണ് ഈ KSEB ഓഫീസിലുണ്ടായത്. മുമ്പും ചില KSEB ഓഫീസുകളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു. എന്തായാലും KSEB പറയുന്നത് തങ്ങളാൽ പറ്റുന്ന രീതിയിൽ പരമാവധി ജനങ്ങൾക്ക് വൈദ്യുതി നൽകാൻ ശ്രമിക്കുന്നുണ്ട്, വെളിച്ചം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പ്രതികൂല കാലാവസ്ഥ വലിയ പ്രശ്നമാണെന്നാണ് KSEB അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. എന്തായാലും KSEBയുടെ ആൾക്ഷാമവും ഒപ്പം തന്നെ ഈ സാങ്കേതികമായ പരിമിതികളൊക്കെ പെട്ടെന്ന് കറണ്ട് പുനഃസ്ഥാപിക്കാൻ ഒരു പരിമിതിയാണെങ്കിൽ കൂടി അവർ പരമാവധി ശ്രമിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ജനങ്ങളെ സംബന്ധിച്ച് മണിക്കൂറുകളോളം ഇരുട്ടിൽ കഴിയേണ്ടി വരുന്നതിന്റെ ഒരു വൈകാരിക പ്രകടനം കൂടിയാണ് ഇത്തരം പ്രതിഷേധങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഒരു മലയോര ജില്ല. ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഇങ്ങനെ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മണിക്കൂറുകളോളം തടസ്സപ്പെടുന്ന നില ഉണ്ടായിരുന്നു. ഇവിടെ പത്തനംതിട്ടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയി. KSEB ഓഫീസിലേക്ക് എത്തി നാട്ടുകാർ ഭീഷണി മുഴക്കുകയടക്കം ചെയ്തു. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു AV ജയശങ്കർ.